ഹായ് എവ്രി വൺ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നല്ല മോര് കച്ചി നിറത്തിൽ തുടക്കത്തിലെടുക്കുന്ന ഈ 3 പെട്ടിക്കകത്തും നമ്മൾ നൂണിന്ന് ഓർഡർ ചെയ്ത സാധനങ്ങളാണ്. നൂണിൻ്റെ തന്നെ മഞ്ഞ വണ്ടിയിൽ നല്ല അവർ കൊണ്ടുവന്ന് ഡെലിവറി ചെയ്തിട്ട് പോയതാണ്. മഞ്ഞ മോരിനകത്തിൽ കടുക് കിടക്കുന്ന പോലെ അവരുടെ വണ്ടി ഇരിക്കുന്നത് നല്ല രസം. അത് എവിടെ വെച്ച് കണ്ടാലും നമുക്ക് ഹൈലൈറ്റ് ചെയ്ത് അറിയാൻ പറ്റും. അപ്പം ഇവിടെ നാട്ടിൽ യു എയിലെത്തിയ ശേഷം നാട്ടിൽ വെച്ച് ഫ്ലിപ്കാർട്ട്, മീഷോ പല ഓപ്ഷൻസും ഉള്ളതുപോലെ ഇവിടെ നമുക്ക് കൂടുതലും നമ്മൾ ചൂസ് ചെയ്യുക ഇവിടുത്തെ ഒരു ഫ്ലിപ്കാർട്ടെന്ന് വേണമെങ്കിൽ നമുക്ക് നൂണിനെ വിളിക്കാം. ആമസോണിനെക്കാട്ടിലും നമുക്ക് കുറച്ചുകൂടെ റീസണബിൾ ആയിട്ടുള്ള റേറ്റിൽ ഗാഡ്ജറ്റ്സും ഇലക്ട്രോണിക് ഡിവൈസസ്, ഗാഡ്ജറ്റ്സ് എന്ത് വേണമെങ്കിലും ഫുഡാണെങ്കിൽ പോലും ഓർഡർ ചെയ്യാൻ പറ്റുന്ന ഒരു സൈറ്റ് നൂണാണ്. അതുപോലെ ടെമൂലാണെങ്കിലും ഉണ്ട്. ടെമൂല് പക്ഷേ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 100 ദിർഹംസിന് സാധനങ്ങൾ പർച്ചേസ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ചെക്കൗട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വെച്ചാൽ, പക്ഷേ 100 ദിർഹംസിന് നമുക്ക് 100 സാധനങ്ങൾ എടുക്കാം, അത് വേറൊരു കാര്യം. അപ്പം ഇതിൽ ഈ ബോക്സിലുണ്ടായിരുന്നത് സാംസങ്ങിൻ്റെ A15 ഫോണായിരുന്നു. A15 ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇത് മേടിക്കുന്നതിന് മുന്നേ നമ്മളിങ്ങനെ റിസർച്ച് ചെയ്തു എന്താണ് ഇതിനെക്കുറിച്ചുള്ള ജെന്യുനായിട്ടുള്ള അഭിപ്രായങ്ങളെന്ന്. അപ്പോൾ പലർക്കും പല പല കമൻസ് ആയിരിക്കും. ഓഫ് കോഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നൊരു സാധനത്തെക്കുറിച്ച് നമുക്കൊരു അഭിപ്രായം കാണുമല്ലോ. അങ്ങനെ കണ്ടതിൽ വലിയ കുഴപ്പമില്ല എന്ന് തോന്നി മേടിച്ചതാണ്. പിന്നെ ഈ മുതൽ ഇനി എങ്ങനെ വർക്ക് ചെയ്യും എന്നുള്ള കാര്യമൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. സാംസങ്ങിനെ കുറിച്ച് നമ്മൾ യൂസ് ചെയ്തിടത്തോളം നമുക്ക് ഇത് യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു മൊബൈലായിട്ട് തോന്നിയത് കൊണ്ടാണ് സാംസങ്ങിൻ്റെ തന്നെ വേറൊരു സീരീസ് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇതെടുത്തത്. പിന്നെ ഈ കത്രികയൊന്നും എടുത്ത് പൊട്ടിക്കൽ എൻ്റെ രീതിയൊന്നും അല്ല, എന്നാലും ഇന്നൊരു ഭംഗി ആയിക്കോട്ടെ, ഇച്ചിരി സ്റ്റാൻഡേർഡായിട്ടൊക്കെ പൊട്ടിക്കാമെന്നൊക്കെ വിചാരിച്ചെടുത്താൽ. പക്ഷേ ഇനി എന്ത് ചെയ്തിട്ടും എന്തെടുത്തിട്ടും കാര്യമൊന്നുമില്ല. നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന നമ്മുടെ സെൽഫ് പേഴ്സണാലിറ്റിയൊക്കെ പുറത്തേക്കൊക്കെ ഇറങ്ങി ചാടും. ഇങ്ങനെ ഉള്ളി പറിച്ച് കീറിയൊക്കെ ഇതവിടെ ഇവിടെയൊക്കെ വാരി വരച്ചിടുമ്പോൾ കിട്ടുന്നൊരു ആനന്ദം അതിനി എന്ത് ചെയ്താലും വേറെന്തിനും തരാൻ പറ്റത്തില്ല, അത് വേറൊരു കാര്യം. പിന്നെ എനിക്ക് ഈ പാക്കിങ്ങിലൊക്കെ ഇച്ചിരി അസംതൃപ്തിയൊക്കെ ഉണ്ട് നൂണിൻ്റെ. കാരണം അതിനകത്തിൽ ബബിൾ റാപ്പ് ഉണ്ടായിരുന്നില്ല. ആ ബബിൾ റാപ്പ് കിട്ടുമ്പോൾ ഓർഡർ ചെയ്ത സാധനം വരുന്നതിനേക്കാൾ സന്തോഷമാണ് ബബിൾ റാപ്പ് പൊട്ടിക്കുമ്പോൾ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ. അത് കിട്ടിയില്ല, അത് ഇത്തവണ ഇല്ലായിരുന്നു. അങ്ങനെ ബോക്സ് ഓപ്പൺ ചെയ്തപ്പോൾ ഇതാ വന്നിരിക്കുന്നു. പറ്റിയിരുന്നല്ല, നൂൺ മാമൻ കൃത്യമായിട്ട് സാധനം ഇതിനകത്ത് പ്രോഡക്റ്റിനകത്ത് വെച്ചിട്ടുണ്ട്. സാംസങ്ങിൻ്റെ ഈ ഒരു പരിപാടി എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം അതിൻ്റെ ആ ഒരു ഔട്ടർ കവർ കൊടുത്തിരിക്കുന്നത് അതൊരു പേപ്പർ ടൈപ്പാണ്. ഇച്ചിരി പ്രകൃതി സ്നേഹമൊക്കെ ആവാമല്ലോ, പ്ലാസ്റ്റിക് നമുക്ക് ഉപയോഗം കുറയ്ക്കാമല്ലോ. അതുകൊണ്ടല്ല, അഡാപ്റ്ററൊക്കെ ഇപ്പോൾ ഇല്ലല്ലോ, എല്ലാവരും അങ്ങ് പ്രകൃതി സ്നേഹികളൊക്കെ ആയില്ലേ ഒറ്റ നിമിഷം കൊണ്ടൊക്കെ. അങ്ങനെ ഓപ്പൺ ചെയ്യുമ്പം പിന്നെ കാർന്നവന്മാരായിട്ട് തന്നെ നല്ല ഭംഗിയും കോലവും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് പ്രത്യേകിച്ച് മേക്കപ്പിൻ്റെ ആവശ്യമൊന്നുമില്ല. ഫോൺ കാണാൻ നല്ല ലുക്കൊക്കെ ഉണ്ട്. പിന്നെ ഈ വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ള കാര്യം വഴിയേ അറിയാം. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.